അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മളെല്ലാവരും പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ? പണം വേണ്ട എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ട്? ഉണ്ടാവില്ല. എല്ലാ ആളുകൾക്കും പണം അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പണമുണ്ടാക്കുന്ന രീതികളും അതിൻ്റെ വഴികളും ധാർമ്മികതകളെയും കുറിച്ചുമാണ്. ആദ്യമായി തന്നെ നമുക്ക് പണമുണ്ടാക്കുന്ന രീതികളെ കുറിച്ച് നോക്കാം. പണമുണ്ടാക്കാൻ ഒരുപാട് തരത്തിലുള്ള രീതികളുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ 3 രീതികളാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നുള്ളതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതും ഏറ്റവും ലളിതവും പണം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നതുമായ ഒരു മേഖലയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നുള്ളത്. ഓൺലൈനിലൂടെ പലതരത്തിൽ നമുക്ക് പണം സമ്പാദിക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഫ്രീലാൻസിങ്, ഓൺലൈനിലൂടെയുള്ള വിൽപ്പന, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, വ്ളോഗ് വഴി പണം സമ്പാദിക്കൽ, അതുപോലെ തന്നെ ഇ ബുക്ക്, ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽക്കുക. ഇങ്ങനെ ഒരുപാട് വഴികളിലൂടെ ഓൺലൈനിലൂടെ നമുക്ക് പണം സമ്പാദിക്കാൻ കഴിയും. രണ്ടാമത്തേത് പറയുന്നത് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് എന്നുള്ളതാണ്. കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് അഥവാ വാണിജ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിറ്റ് പണം സമ്പാദിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെയും പ്രധാന ലക്ഷ്യം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിന് 3 ഘട്ടങ്ങളുണ്ട്: ഉൽപ്പാദനം, വിതരണം, അതുപോലെ തന്നെ വിപണി. ഉദാഹരണത്തിന് ഈ വാച്ച് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നു, അതൊരു ഉൽപ്പാദനമാണ്. പിന്നെ അത് ട്രക്കുകളിൽ കയറ്റി മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു, അത് വിതരണമാണ്. പിന്നെ ഈ വാച്ചിനെ ടെലിവിഷനുകളുടെയും പത്രങ്ങളുടെയും പരസ്യം കൊടുക്കുന്നു, അത് വിപണിയാണ്. ഇങ്ങനെയാണ് ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ ഘട്ടങ്ങൾ എന്നുള്ളത്. മൂന്നാമതാണ് നിക്ഷേപങ്ങൾ എന്നുള്ളത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു മാർഗം തന്നെയാണ് നിക്ഷേപങ്ങൾ എന്നുള്ളത്. എന്താണ് നിക്ഷേപം എന്ന് പറഞ്ഞാൽ? നിക്ഷേപം എന്നാൽ നിങ്ങളുടെ കൈവശമുള്ള ഒരു പണം ഒരു പ്രത്യേക സ്ഥലത്തോ പ്രവർത്തനത്തിലോ ഉൾപ്പെടുത്തുക. അതിൽ നിന്നും നിങ്ങൾക്ക് താൽക്കാലികമായോ അല്ലെങ്കിൽ ദീർഘകാലത്തിലേക്കോ വരുമാനം ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഷെയർ മാർക്കറ്റ്, കമ്പനികളുടെ ഓഹരികൾ വാങ്ങി വിൽക്കുക, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ്, ഭൂമി, വീടുകൾ വാങ്ങി വില വർദ്ധിക്കുമ്പോൾ വിൽക്കുക, സ്വർണം വാങ്ങി സൂക്ഷിക്കുക, അതുപോലെ തന്നെ പുതിയ ബിസിനസ്സുകൾ കണ്ടെത്തുക, അതിലേക്ക് നിക്ഷേപിക്കുക. ഇങ്ങനെ ഒരുപാട് നിക്ഷേപങ്ങളിലൂടെ നമുക്ക് പണം സമ്പാദിക്കാൻ കഴിയും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സമാഹരണത്തിനുള്ള വഴികളെ കുറിച്ചാണ്. ഒന്നാമത്തെ തന്നെ പ്രചരണ വഴികളാണ് നമ്മൾ നോക്കുന്നത്. പ്രചരണം എന്നാൽ എന്താണ്? പണം സമ്പാദിക്കാനായി ജനങ്ങളിൽ ആകർഷണം സൃഷ്ടിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രചരണം അഥവാ പ്രൊമോഷൻ ഒരുപാട് തരത്തിലുണ്ട്. പരസ്യങ്ങൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സെയിൽസ് പ്രൊമോഷൻ, അതുപോലെ തന്നെ ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ്, പബ്ലിക് റിലേഷൻ, ഇങ്ങനെ ഒരുപാട് തരത്തിൽ നമുക്ക് പ്രൊമോഷൻ അഥവാ പ്രചരണം നൽകുന്നതാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് വ്യക്തിഗത ശ്രമം എന്നുള്ളതാണ്. ആളുകൾ സ്വന്തം പ്രയത്നത്തിലൂടെ സാമ്പത്തിക സഹായം കണ്ടെത്താൻ ശ്രമിക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു വ്യക്തി സ്വന്തം ജോലി ചെയ്തിരിക്കുക, ചെറിയ ബിസിനസ്സുകൾ തുടങ്ങുക, അതുപോലെ തന്നെ സ്വയം പഠിച്ചുകൊണ്ട് പുതിയ വഴികൾ കണ്ടെത്തുക, ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. മൂന്നാമത്തേതാണ് സാമൂഹിക സംഘടനകൾ എന്നുള്ളത്. സാമൂഹിക സംഘടന ഒരു കൂട്ടം ആളുകളായതുകൊണ്ട് തന്നെ പരസ്പരം ആശ്രയിച്ച് പ്രവർത്തിക്കും. നമുക്ക് വേണ്ട സഹായവും മാനസിക പിന്തുണ ലഭിക്കും. അതുകൊണ്ട് തന്നെ പണം സമ്പാദിക്കുന്ന വഴികളിൽ ഏറ്റവും അനുയോജ്യമായ മാർഗം തന്നെയാണ് സാമൂഹിക സംഘടനകൾ എന്നുള്ളത്. ഇതുവരെ നമ്മൾ നോക്കിയത് പണം ഉണ്ടാക്കുന്ന രീതികളും അതിൻ്റെ വഴികളെയും കുറിച്ചുമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പണം ഉണ്ടാക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേതാണ് സത്യസന്ധത എന്നുള്ളത്. പണം കിട്ടാൻ വേണ്ടി വഞ്ചനയിലൂടെ വ്യാജ വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിച്ചുകൊണ്ടൊന്നും പണം സമ്പാദിക്കാൻ നമ്മൾ പാടില്ല. സമ്പത്ത് എത്ര നേടി എന്നതിലല്ല, ആ സമ്പത്ത് എങ്ങനെ നേടി എന്നതിലാണ് മഹത്തായ മൂല്യം. സത്യസന്ധതയിലൂടെ നമ്മൾ പണം നേടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകുന്നു. മനസ്സിനൊരു സമാധാനം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സമൂഹത്തിലും കുടുംബത്തിലും നമ്മോടുള്ള ഒരു വിശ്വസ്ത നേടാൻ കഴിയും. അനധികൃതമായി പണം സമ്പാദിച്ചതാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുകയും ചെയ്തു. രണ്ടാമതാണ് നിയമാനുസൃതത എന്നുള്ളത്. സാമ്പത്തിക സമാജത്തിൻ്റെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും കൃത്യമായി പാലിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണം സമ്പാദിക്കുമ്പോൾ ഇന്ത്യയിലെ വ്യക്തികൾ, സംഘടനകൾ, കമ്പനികൾ എല്ലാം ഇന്ത്യയിലെ സാമ്പത്തിക വാണിജ്യ നിയമങ്ങളും
നികുതി ചട്ടം അതുപോലെ തന്നെ ബാങ്ക് ഇടപാടുകളുമെല്ലാം കൃത്യമായി പാലിക്കേണ്ടത് അനിവാര്യമാണ്. മൂന്നാമത്തതാണ് സാമൂഹിക ഉത്തരവാദിത്വം എന്നുള്ളത്. ഒരു മനുഷ്യൻ സമൂഹത്തോട് പലതരത്തിൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ അനിവാര്യമാണ്. പ്രത്യേകിച്ച് പണം സമാഹരിക്കുമ്പോൾ സാമൂഹിക ഉത്തരവാദിത്തം പലതരത്തിലുണ്ട്. സാമൂഹിക നന്മയിലൂടെയാകാം. സാമൂഹിക നന്മ എന്ന് പറഞ്ഞാൽ എന്താ? അനാഥാലയങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയെ പിന്തുണക്കുക, അതുപോലെ തന്നെ പരിസ്ഥിതിയെ സ്നേഹിക്കുക, പരിസ്ഥിതി വിഭവങ്ങളെ സംരക്ഷിക്കുക, നീതിപൂർവമായ സാമ്പത്തിക ഇടപാടുകൾ, അതുപോലെ തന്നെ നികുതി അടക്കുക, മാന്യമായി പെരുമാറുക. ഇങ്ങനെ പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുടെയും നമുക്ക് സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞതിൻ്റെ ആകെയുള്ള സാരം പണം സമ്പാദിക്കുമ്പോൾ ധാർമ്മികതയിലൂടെ മാത്രം സമ്പാദിക്കുക. അതുപോലെ തന്നെ പണം സമ്പാദിക്കുമ്പോൾ വഴികളും രീതികളും നോക്കുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടായിരിക്കണം അതിലേക്ക് ഇറങ്ങേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.